ഓം ശാന്തി. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, സഹോദരങ്ങളെ, ഇന്നത്തെ ആത്മീയ കലയിലേക്ക്, ആത്മീയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ജീവിതം, ഒരു സൃഷ്ടി, ഈശ്വരന്റെ പരമാത്മാവിന്റെ സൃഷ്ടിയാണ് നമ്മുടെ ജീവിതം. അതുപോലെ ഈ ലോകം തന്നെ വലിയ ഒരു സൃഷ്ടി നാടകമാണ്. ആ നാടകത്തിന്റെ സൃഷ്ടിയും ആ പരമാത്മാവായ പരമേശ്വരന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് പരമാത്മാവായ ഭഗവാനെ രചയിതാവ്, എല്ലാ രചനകളുടെയും രചയിതാവാണ് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ലോകം വലിയൊരു സൃഷ്ടി നാടകത്തിന്റെ ശില്പി, ആ സൃഷ്ടി നാടകം ശില്പിയാണ് രചിച്ചത്. അതായത് ആ ശില്പിയാണ് പരമേശ്വരൻ. അപ്പൊ ഈ സൃഷ്ടി നാടകത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഈ ജീവിതം തന്നെ ഒരു നാടകം, അതായത് ഈ ലോകം തന്നെ വലിയൊരു നാടകശാല, ഈ നാടകശാലയിലെ അഭിനേതാക്കളായി നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സൃഷ്ടി നാടകത്തിലെ ആദ്യത്തെ യുഗമാണ് സത്യയുഗം. ആ സത്യയുഗത്തെ നമ്മൾ പറയുന്നതാണ് സമ്പൂർണതയുടെ സ്വർഗലോകം. അപ്പൊ അതുവരെ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ആ ബ്രഹ്മാണ്ടത്തില്, ആ ബ്രഹ്മതത്വത്തില് സമ്പൂർണമായ സുഖം, ശാന്തി അനുഭവിച്ചിരിക്കുന്ന ഒരു ദിവ്യ ശക്തികളായിരുന്നു. എങ്ങനെയാണോ പരമാത്മാ ജ്യോതി, അതുപോലെ തന്നെ നമ്മളും ദിവ്യ ജ്യോതികളായി സുഖം, ശാന്തിയില്, അനുഭവത്തിന്റെ, സുഖത്തിന്റെ, രസത്തിന്റെ ലഹരിയിലിരിക്കുന്ന ആ ഓരോ നിത്യവസന്തങ്ങളെ പോലെയുള്ള ജ്യോതിസുകളാണ് ഈ സൃഷ്ടി നാടകത്തിലേക്കൊക്കെ ദിവ്യ സ്വരൂപമായിട്ടാണ് ഇറങ്ങി വന്നത്. ആ ദിവ്യ സ്വരൂപത്തിന്റെ ആദ്യ കാലഘട്ടത്തിന് പറയുന്ന ഒരു സമയമാണ് സമ്പൂർണമായ സത്യയുഗം. ആ സത്യയുഗത്തിന്റെ മഹിമ എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ എന്താ വെച്ചാൽ, ഒരു സൃഷ്ടി ചക്രം ആരംഭിക്കുകയാണ്. കാരണം സൃഷ്ടി പറയുന്നത് ഒരു ചക്രാണ്. എങ്ങനെയാണോ സൂര്യൻ അസ്തമിക്കുന്നു, അതുപോലെ തന്നെ ഉദിക്കുന്നു, ഒരു ദിവസം മാറി മാറി വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഒരു സൃഷ്ടി നാടകത്തെയാണ് നമ്മൾ സ്വസ്തിക്, അതായത് ആ സ്വസ്തിക്കിനെ നമ്മൾ എല്ലാ സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ട് പൂജിക്കാറുണ്ടല്ലോ. ആ സമ്പൽ സമൃദ്ധിയുള്ള ആ സ്വസ്തിക്കായിട്ടുള്ള സൃഷ്ടി ചക്രം ആരംഭിക്കുന്ന ആദ്യ യുഗം, അതായത് ഒരു കൽപ്പത്തിന്റെ ആരംഭ സമയമാണ് പ്രപഞ്ചനാഥനായ പരമാത്മാ ജ്യോതിസിനോടൊപ്പം നമ്മൾ ഓരോരുത്തരും ആത്മലോകത്തിൽ വസിച്ചിരുന്ന ആ ദിവ്യ ജ്യോതിസ് സൃഷ്ടി നാടകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് തന്റെ പാർട്ടുകൾ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന ആദ്യത്തെ സൃഷ്ടി നാടകത്തിനെയാണ് നമ്മൾ പറയുന്നത് സത്യയുഗം. ആ സത്യയുഗത്തിലോ ആദ്യ ജന്മം സമ്പൂർണതയുള്ള വലിയ ഒരു യുഗമായിരുന്നു. നമ്മൾ ദേവലോകത്തിലാണ്. ആ ദേവലോകത്തിന്റെ രചയിതാവായ പരം ഈശ്വരന് എന്തെല്ലാം ഗുണങ്ങളും ശക്തികളും ഉണ്ടോ, അതുപോലെ തന്നെ ഓരോ ദേവീ ദേവതകളെ പോലെ, ഭഗവാന്റെ കുട്ടികളെ പോലെ, എങ്ങനെയാണോ ആയിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ കുട്ടികളായി ഭഗവാൻ ഭഗവതിക്ക് എന്ന പോലെ ഓരോരുത്തരും ആത്മചൈതന്യമായ ഒരു സ്ഥിതിയില്, ഞാൻ ആത്മചൈതന്യമാണെന്ന ബോധത്തില് ആ ശരീരം ധാരണ ചെയ്താലും ആ ശരീരം എന്റെ ധർമ്മത്തെ കൊണ്ടുപോവാനുള്ള ഒരു ഉപകരണമാണ് എന്ന രീതിയിലാണ് നമ്മൾ അന്ന് ശരീരത്തെ പോലും ഉപയോഗിച്ചിരുന്നത്.
അവിടെ ശാന്തി, സമൃദ്ധി, സന്തോഷം, പരിശുദ്ധി എന്നീ എല്ലാ സദ്ഗുണങ്ങളിലും എല്ലാവരിലും ഉണ്ടായിരുന്ന ഈ ലോകത്തെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ദേവലോകഘട്ടം, അതായത് ദേവലോകം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സത്യയുഗത്തിലെ എല്ലാവരും ദേവീ ദേവതകളായിരുന്നു. ആദ്യ ജന്മം മുതൽ തുടർന്നുള്ള ഓരോ ജന്മങ്ങളിലും ആത്മാവിന്റെ ഊർജം അല്പമായി കുറഞ്ഞു എന്ന് പറയാം. കാരണം ആ സൃഷ്ടി നാടകത്തിന്റെ ആദ്യത്തിൽ സമ്പൂർണമായ ആ ശക്തി നിറഞ്ഞ സ്ഥിതിയിലാണെങ്കിൽ ഓരോ ജന്മങ്ങൾ എടുക്കുമ്പോഴും അല്പം നമുക്ക് ക്ഷയിച്ചും കൊണ്ടേയിരിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ പറയും സത്യയുഗത്തില് 16 കലാസമ്പൂർണരായിട്ടുള്ള പുരുഷോത്തമരായിട്ടുള്ള സർവഗുണ സമ്പന്നരായിട്ടുള്ള ആ സ്ഥിതി വിശേഷത്തിൽ നിന്ന് എപ്പോഴാണോ ആ 8 ജന്മങ്ങളോളം, കാരണം എല്ലാവരും 150, 170 വർഷത്തോളം ഓരോ ജന്മം എടുത്ത് ഒരു 1250 വർഷങ്ങൾക്ക് ശേഷം ത്രേതായുഗങ്ങൾ തുടങ്ങി എന്നാ പറയപ്പെടുന്നത്. കാരണം ഇതെല്ലാം എപ്പോഴാണോ പരമാത്മാവായ ഭഗവാൻ സ്വയം വന്ന് ബ്രഹ്മബാബയിലൂടെ, അതായത് ദാദാ ലേഖരാജ് എന്ന ആ ഗുരുവിനിലൂടെ അരുളി ചെയ്തത്, അദ്ദേഹത്തിന് കിട്ടിയ ആ സാക്ഷാത്കാരത്തിന്റെ അനുകരിച്ചാണ് ഈ സൃഷ്ടി ചക്രത്തെ ഇപ്പൊ ഇവിടെ ഈ ബ്രഹ്മകുമാരി ശിശ്വരി വിശ്വവിദ്യാലയത്തിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ജ്ഞാനത്തിന്റെ ആധാരത്തിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഭഗവാൻ തന്ന ഈ സൃഷ്ടി നാടകത്തിന്റെ അറിവ് ഇതുവരെ ഇതേ വിധത്തില് ഒരു ഗ്രന്ഥങ്ങളിലും ഇല്ലാത്തതാകൊണ്ട് എല്ലാവർക്കും ഈ വർഷങ്ങളെല്ലാം പറയുമ്പോൾ വളരെയധികം സംശയങ്ങൾ തോന്നാം. എന്തായാലും ആ കിട്ടിയ അറിവ് എങ്ങനെയാണോ ഈ ലോകത്തിലെല്ലാം ഉണ്ട്. കാരണം കൽപ്പം വീണ്ടും വീണ്ടും കറങ്ങി വീണ്ടും വീണ്ടും വരുന്നതുകൊണ്ട് എത്ര വർഷങ്ങളാണ് ഇപ്പൊ ഇതുവരെ കഴിഞ്ഞത്, എത്ര ജന്മങ്ങളാണ് കഴിഞ്ഞത് എന്നുള്ളതിന് എല്ലാറ്റിനും ഓരോ യോഗീശ്വരന്മാർക്കും വിവിധ ബോധോദയത്തിനനുസരിച്ചിട്ട് എഴുതുന്നതും ലിഖിതപ്പെട്ട ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും പറയാണ്, ആ സത്യയുഗത്തിൽ നിന്ന് എന്തായാലും ത്രേതായുഗത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ തൻ്റെ ഉള്ളിലെ ശക്തികൾ ക്ഷയിക്കാൻ തുടങ്ങി, ഗുണങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങി. ത്രേതായുഗത്തിൽ ആരാണ്? ശ്രീരാമൻ. അതായത് നോക്കില് 9ാമത്തെ ജന്മമാണ് ശ്രീകൃഷ്ണന്റെ രാമന്റെ അവതാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ. അത് 9ാമത്തെ ജന്മത്തില് ആ ശ്രീകൃഷ്ണന്റെ പേരാണ് ശ്രീരാമൻ, ആ ലക്ഷ്മിയുടെ പേരാണ് സീത. അപ്പൊ ആ യുഗത്തിൽ ആരെല്ലാം 8 ലക്ഷത്തോളം പേരുണ്ടായിരുന്നു. ആ 8 ലക്ഷവും അവരുടേതായിട്ടുള്ള കുട്ടിവർഗങ്ങളും അവരെല്ലാവരും വീണ്ടും വീണ്ടും ജന്മമെടുത്ത് ത്രേതായുഗത്തിലേക്കും ഇറങ്ങി വന്നു. ത്രേതായുഗത്തില് ശ്രീരാമന്റെ കാലഘട്ടത്തില് നമുക്ക് കാണാൻ പറ്റും. അതായത് ആദ്യത്തേന് ഗോൾഡൻ ഏജ് എന്നാണ് പറയണെങ്കിൽ ഇതിന് സിൽവർ ഏജ് ആണ്. കാരണം ആ സ്വർണം പോലെയുള്ളത് വെള്ളിയിലേക്ക്, കാരണം ഓരോന്നിനും ഒരു രൂപത്തിൽ പറയണം. അത് ദേവലോകമായിരുന്നെങ്കിൽ ഇതൊരു ക്ഷത്രിയ ലോകത്തിന്റെ ഭാവനയാണ് ഇതിലൂടെ തരുന്നത്. കാരണം അമ്പും വില്ലെന്ന് പറയുമ്പോൾ തന്റെ ഗുണങ്ങൾ കുറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാനായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ദിവ്യായുധങ്ങളാണ്. ആ ദിവ്യായുധങ്ങൾ നമ്മൾക്ക് പ്രചോദനമായിട്ട് കിട്ടി. അതിലൂടെ നമ്മൾ എടുത്തു വീണ്ടും ഒരു 12 ജന്മത്തോളം എടുത്തു. അതിന് 1250 വർഷം. കാരണം ഓരോ യുഗങ്ങളെയും 1250, 1250, 1250, 1250 എന്നങ്ങനെ 5000 വർഷത്തിന്റെ ഒരു സർക്കിളാണ് നമ്മൾ ഈ ടോട്ടൽ സൃഷ്ടി നാടകത്തിന്റെ ഒരു കൽപ്പം. അതായത് 4 യുഗം കൂടുമ്പോൾ ഒരു കൽപ്പം. അവിടുത്തെ 12 ജന്മങ്ങളും എടുത്ത് പല ആവർത്തി വീണ്ടും വീണ്ടും ഓരോ ആത്മാവുകളും ഓരോ ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ എന്തായി? നമ്മുടെ ആത്മാവിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ആ ക്ഷയിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലത്തെ കലകളും വ്യത്യസ്തപ്പെട്ട് വരാൻ തുടങ്ങി. പിന്നീടോ ആ സിൽവർ ഏജിന് നമ്മളെ പിന്നെ ഏതിരിക്കാ വരുന്നത്?
കോപ്പർ ഏജ്. കോപ്പർ ഏജ് എന്ന് പറയുന്നതാണ് ദ്വാപരയുഗം. ദ്വാപരയുഗം ഇതേപോലെ 1250 വർഷമായിട്ടാണ് കാണിച്ചത്. ആ ദിവ്യ ബോധോദയം ഉണ്ടായ സമയത്ത് ഉണ്ടാക്കിയ ചിത്രങ്ങളാണ്, ഉണ്ടാക്കിയ അറിവുകളാണ്. ആ സമയത്താണ് തൻ്റെ ഉള്ളിലെ ആത്മബോധത്തിന് ക്ഷയം സംഭവിച്ചു. ആത്മബോധത്തിന് ക്ഷയം സംഭവിച്ചപ്പോൾ എന്തായി? നമ്മൾ ഓരോരുത്തരും ആത്മാവ് എന്നുള്ള ഭാവത്തിൽ നിന്ന് ശരീരത്തിന്റെ ഭാവത്തിലേക്ക് മാറാൻ തുടങ്ങി. അവിടെയാണ് നമ്മുടെ അറിവുകള് അന്ധകാരത്തിലേക്ക് പോകുന്നത്. ശരിക്കും പറയും സത്യയുഗവും ത്രേതായുഗവും എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ പകൽ, അതായത് ആ ബ്രഹ്മതത്വത്തിന്റെ പൂർണ്ണതയിൽ കൂടെയാണ്, ആത്മതത്വത്തിലൂടെയാണ് വന്നിരുന്നത്. അപ്പൊ അവിടെ മുഴുവൻ എന്തായിരുന്നു? നിറഞ്ഞ അറിവിന്റെ ജ്ഞാനത്തിന്റെ പ്രകാശമുണ്ടായിരുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും പ്രകാശങ്ങൾ കുറയാൻ തുടങ്ങി. പിന്നീടുള്ള 1063 വർഷവും എങ്ങനെയാണ്? അന്ധകാരത്തിന്റെ വിവിധ തലത്തിലൂടെ വരികയാണ്. കാരണം അന്ധകാരം എന്ന് പറയുമ്പോഴും അറിവ് കുറയുമ്പോൾ ഗുണങ്ങൾ കുറയുന്നു, കലകൾ കുറയുന്നു. ഞാൻ ആരാണെന്ന് തിരിച്ചറിയാതെ കണ്ട് നമ്മൾ ഓരോരുത്തരും ഞാനൊന്ന് നീയൊന്ന് എന്നുള്ള ആ സ്പർദ്ധതയുടെ ഭാവം നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ എന്തായി? ഗുണങ്ങളെല്ലാം പുറത്തേക്ക് പ്രകാശനമില്ലാതെ. കാരണം നമ്മുടെ ഉള്ളിൽ ഗുണങ്ങളുണ്ട്, പക്ഷെ അത് എൻ്റെ ഉള്ളിലുണ്ടോ എന്നറിയാതെ കണ്ട് ഓടിത്തിരിഞ്ഞ് നടക്കുന്നത്. കസ്തൂരിമാനിനെ കുറിച്ച് പറയില്ലേ? കാരണം കസ്തൂരിയുടെ മണം, കസ്തൂരി എവിടെയാണ് ഇരിക്കണമെന്ന് വിചാരിച്ച് എല്ലാ സ്ഥലത്തും അന്വേഷിക്കുമ്പോൾ തൻ്റെ നാഭി തന്നെയാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ ഉള്ള കഴിവില്ലാതെ, കാരണം എല്ലാ ഗുണശക്തികളും കേന്ദ്രീകരിക്കുന്ന ഈ ശരീരത്തിന്റെ ഉള്ളില് ആത്മചൈതന്യമുണ്ട്. ആ ചൈതന്യമാണ് പരമാത്മാ തത്വത്തിൽ നിന്ന് പൂർണ്ണമായും ശക്തിയെ റിസീവ് ചെയ്ത് ശക്തി കൊണ്ട് ഉണർന്ന് ആ ദിവ്യ ശക്തിയിൽ ജീവിക്കേണ്ട ആ കാലഘട്ടങ്ങളെല്ലാം നമ്മൾ മറന്ന് നമ്മൾ എപ്പോഴും പറയില്ലേ, ദേവീ ദേവതകളെ വാമമാർഗത്തിലേക്ക് തിരിഞ്ഞു പറയും. കാരണം എപ്പോഴാണോ ശരീരബോധത്തിലേക്ക് വരുന്നത് അവിടെയാണ് രാവണന്റെ സംസ്കാരം, അതായത് ആസുരീയ സംസ്കാരങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു. അപ്പോഴാണ് ആ ദിവ്യ ജ്യോതിസായിട്ടുള്ള പരമാത്മാവിന്റെ പ്രകാശം വരാൻ ഭൂമിയിലേക്ക് തുടങ്ങിയപ്പോൾ അത് മനസ്സിലാക്കിയ ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു വിക്രമാദിത്യ മഹാരാജാവ്. സോമനാഥ ക്ഷേത്രം ഉണ്ടാക്കിയതായിട്ടും ആ വജ്രങ്ങളും വൈഡൂര്യങ്ങളും പ്രകാശപൂരിതമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം നിലനിർത്തിയപ്പോൾ എന്തെല്ലാം സുഖമാണ് തൻ്റെ ആത്മാവിലേക്ക് തന്നിലേക്ക് കിട്ടിയത്. ആ ആത്മബോധത്തെ വളർത്താൻ വേണ്ടി ദിവ്യ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഉത്ഭവിക്കുകയും ആ ജ്യോതിർലിംഗ ഏക ഭഗവാന്റെ ഓർമ്മയിൽ ഏക ദൈവത്തിന്റെ മക്കളായി വീണ്ടും ഉണരൂ എന്ന് എത്ര ക്ഷേത്രങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തപ്പോഴും ഓരോരുത്തരുടെ മനസ്സിലും വ്യത്യസ്ത സാക്ഷാത്കാരങ്ങൾ. കാരണം ആ പ്രഭ വരുമ്പോ എന്തായി? തന്റെ സുബോധം തന്നെ കാണിപ്പിച്ചു തന്നുകൊണ്ട് വ്യത്യസ്ത ദേവീ ദേവതാഭാവങ്ങളുടെ സാക്ഷാത്കാരം കിട്ടിയപ്പോൾ ദേവീ ദേവതകളുടെ ക്ഷേത്രങ്ങൾ വന്നു. പക്ഷെ ആരൊക്കെയാണോ സത്യയുഗത്തിൽ ദേവീ ദേവതകളായിരുന്നത് അവർക്കാണ് ഈ ദേവീ ദേവതയിൽ നിന്നുള്ള ആ ശക്തികളെ വീണ്ടും തനിക്ക് ഓജസ് തരാൻ സാധിച്ചുള്ളൂ. മറ്റുള്ളവർക്ക് അതും മനസ്സിലാവാതെ ആയപ്പോഴാണ് പല ധർമ്മിഷ്ഠന്മാരെ ഈ ഭൂമിയിലേക്ക് വിട്ടതും ആ ധർമ്മിഷ്ഠന്മാരാൽ ധർമ്മം വീണ്ടും തൻ്റെ ഉള്ളിലെ ധാർമ്മികമായ ധാരണകൾ വീണ്ടും നിറയ്ക്കാൻ വേണ്ടി അവരുടേതായ പ്രാദേശികമായ ഭാഷയിലും അവരുടേതായിട്ടുള്ള ഭാവനയ്ക്കും അനുസരിച്ച് മനസ്സിലാക്കി കൊടുത്തപ്പോഴും വ്യത്യസ്ത മതങ്ങള് തനിക്കിഷ്ടമുള്ളത് മനസ്സിലാക്കി അതൊരു പ്രത്യേക മതം പോലെ വ്യത്യസ്ത ആചാരങ്ങളോട് കൂടിയിട്ട് വ്യത്യസ്തതകളിലേക്ക് പോവുകയാണ്. കാരണം ദൈവം എന്ന തത്വത്തിന്റെ മക്കളായിട്ടും ദൈവം ഏത് ഞാൻ ഏത് എന്നുള്ള ബന്ധത്തെ മറന്ന് ദൈവം ഒരു വലിയ ചൈതന്യമായ ശക്തി തരുന്ന ഒരു ദിവ്യതയുള്ളതാണ്. പക്ഷെ ആ ദിവ്യത എങ്ങനെ എടുക്കുന്നുള്ളത് എത്ര ക്ലാസ്സുകളിലും പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും എല്ലാം വായിച്ചാലും മനസ്സിലാവാതെ അനേക ധർമ്മങ്ങളും ധർമ്മിഷ്ഠരും വന്ന് ഈ ഭൂമിയിലെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട്
വളരെയധികം പരിശ്രമിച്ചു. പക്ഷേ ഈ പിന്നീടും ഈ സൃഷ്ടി നാടകത്തിന്റെ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുകയല്ലേ. വീണ്ടും അധോ താഴത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുമ്പോ അതെല്ലാം പ്രായേണ പ്രാലോഭിച്ചു പോയി. ഇസ്ലാം മതം, ക്രൈസ്തവ മതം, ബുദ്ധമതം, ജൈനമതം, അങ്ങനെ സിഖ് മതം, അങ്ങനെ പല മതങ്ങളും പല ആചാരങ്ങളും പലതായി. പക്ഷെ മനുഷ്യൻ ഒന്നിക്കാൻ വീണ്ടും സാധിക്കാത്തൊരവസ്ഥയിൽ അങ്ങനത്തെ ലാസ്റ്റ് ഭാഗത്തേക്ക് ആ കൽപ്പത്തിന്റെ സൃഷ്ടി നാടകത്തിന്റെ ചക്രം തിരിഞ്ഞ് ആ കലിയുഗത്തിലേക്ക് കടക്കുന്നതോടുകൂടി അവിടെ അമ്പലങ്ങളായാലും പള്ളികളായാലും ധർമ്മിഷ്ഠരായാലും ഗുരുക്കന്മാരായാലും സ്വതന്ത്രതാബോധം, ശാസ്ത്ര സത്യം എന്താണോ ശാസ്ത്രത്തിൽ ആവിഷ്കരിക്കപ്പെട്ട് കണ്ടുപിടിച്ചത്, തന്റെ ശരീരത്തിന്റെ ഈ 2 നേത്രങ്ങളെ കൊണ്ട് എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, അതായത് ദിവ്യതകളെല്ലാം മറന്നു ഈ ശാസ്ത്രമായ സാങ്കേതിക വിദ്യയിലൂടെ എന്തെല്ലാം കിട്ടിയോ അത് മാത്രം വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം. കാരണം മറ്റൊരാൾ എല്ലാ വിശ്വാസങ്ങളും തന്റെ അറിവിനനുസരിച്ചിട്ടാണല്ലോ. ആ അറിവുകളെല്ലാം നമ്മളിൽ നിന്ന് വ്യത്യസ്ത പ്രാലോഭമായി പോയപ്പോ എന്താണ് നമ്മുടെ കണ്ണിന് താല്പര്യമുള്ളത്, എന്താണ് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്, എല്ലാവരും വ്യത്യസ്ത രൂപത്തിലൂടെ മനസ്സിലാക്കാൻ തുടങ്ങിയതും അവരിൽ ഓരോരുത്തരിലും അവരവരുടേതായ ചിന്താഗതിക്കനുസരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യബോധം പറയാലോ, ആ സ്വാതന്ത്ര്യ ബോധമാണ് എല്ലാവരും തൻ്റെതായ പെരുവഴിയിലേക്ക് എത്തി. എല്ലാം വിഭിന്നമായി മാറി. അതുകൊണ്ടൊന്നും ഒരു പൂർണ്ണതയും അവരവർക്ക് കിട്ടാതെ ആയപ്പോഴാണ് എല്ലാ കലിയുഗത്തിന്റെ അന്തത്തിന്റെ ആ ഓരോ കൽപ്പത്തിന്റെയും അവസാന ഭാഗങ്ങളിൽ പരമാത്മാവായ പരമേശ്വരൻ തന്നെ ഈ സൃഷ്ടി നാടകത്തെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ ഈ ഭൂമിയിലേക്ക് രംഗപ്രവേശം ചെയ്തതിന്റെ ഒരാഘോഷമാണ് നമ്മൾ ശിവരാത്രി. കാരണം എപ്പോഴാണോ ശിവനായ ആ പരമാത്മാവായ സർവമംഗളകാരിയായ ഭഗവാന്റെ ദൃശ്യം ഈ ഭൂമിയിലേക്ക് കിട്ടുന്നത്, അപ്പോൾ തുടങ്ങുകയായി ഈ കലിയുഗത്തിന്റെ അവസാനത്തിന്റെ തിരശീലകൾ വീഴാനുള്ള ഭാഗങ്ങളും ഒപ്പം തന്നെ പുതുയുഗമായ സത്യയുഗത്തിന്റെ ആ നാടകശാല തുറക്കാനാവുകയും ആ തുറക്കാൻ അവിടെ ഒരു രചനയും അവിടെ ഒരു സ്ഥാപനയും ഇവിടെ വിനാശങ്ങളും സംഭവിക്കേണ്ടതായി. അതുകൊണ്ട് നോക്കൂ, പ്രകൃതിയിലെ പ്രപഞ്ച എല്ലാ ശക്തികളും ഇപ്പൊ എന്തായി, മോശമായി തുടങ്ങി, പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞു. അവരെല്ലാം വിഭിന്നതകള് എങ്ങനെയാണോ ഓരോ കാലാവസ്ഥകളിൽ പോലും വ്യതിയാനങ്ങൾ വന്ന് എല്ലാം എന്തായി, എല്ലാം മനുഷ്യർക്ക് തന്നെ വിനയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഒരാളുടെ മനസ്സിലോടും മറ്റൊരാളുടെ മനസ്സിനെ സംയോജിപ്പിക്കാൻ കഴിയാതെ ആവുമ്പോഴാണ് പരമേശ്വരന്റെ രംഗപ്രവേശം ഈ ഭൂമിയിലേക്ക് ആരിൽ കൂടെയെങ്കിലും ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ആ ഒരു പ്രത്യക്ഷമായ ആ ഒരു സ്ഥിതി വിശേഷം ഒരു സ്പഷ്ടമാക്കിയതാണ് ദാദാ ലേഖരാജിലൂടെ. ദാദാ ലേഖരാജ് എന്ന വജ്ര വ്യാപാരിയായിരുന്നു. പക്ഷെ അദ്ദേഹം സിന്ധു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വളരെ സദോഗുണിയായിരുന്നു. അദ്ദേഹം ഏതൊരു ബിസിനസ് നടത്തുമ്പോഴും ഈശ്വരീയ വചനങ്ങൾ കൊടുത്ത് ബ്ലെസ്സിങ്സ് കൊടുത്തിട്ടാണ് ബ്ലെസ്സിങ് എടുക്കുക എന്നൊരു തത്വം കൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ചെയ്തിരുന്നു. ആ ഒരു വ്യക്തിയിലൂടെ ഭഗവാന്റെ വ്യക്തമായ ശബ്ദങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് മാലോകർക്ക്, കാരണം അദ്ദേഹത്തിന് ചുറ്റും കൂടിയവർക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തിലുണ്ടായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ അരുളപ്പാട് എന്തെല്ലാമാണ് കേട്ടത് അദ്ദേഹത്തിന്റെ വീട്ടുകാരനെ എഴുതി വെക്കാൻ തുടങ്ങിയതും ഒപ്പം തന്നെ ഈ ജ്ഞാനം ഒരിക്കലും കേൾക്കാത്ത ഒരു വേദ പുസ്തകങ്ങളിലും ഇല്ലാത്തതാണല്ലോ, അതെല്ലാം എഴുതി വെച്ചതാണ് പിന്നീട് ഭഗവാന്റെ ഗീതയായി, ശിവഗീതയായി, മുരളിയായിട്ട് എല്ലാവർക്കും കൊടുക്കുവാനും ഉപയോഗിക്കുന്ന ഒരു തരത്തിലേക്ക് ബ്രഹ്മകുമാരി ശിഷ്യരീയ വിശ്വവിദ്യാലയം എന്നൊരു പ്രസ്ഥാനത്തിന്റെ ആരംഭ കാലഘട്ടത്തിലേക്കും അതെല്ലാം ഒരു നിമിത്തം പോലെയാണ് ഉത്ഭവം.
ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ട ഒരു വിദ്യാലയമായി സർവർക്കും ആത്മജ്ഞാനം കൊടുത്ത് ഒരു പുരുഷോത്തമ സംഗമയുഗത്തെ സൃഷ്ടിക്കാനുള്ള പ്രേരണയാണ് ഈ ദാദാ ലേഖരാജ് എന്ന ആ ഗുരുജിക്ക് പരം ഈശ്വരൻ അരുളപ്പാട് കൊടുത്തത്. കാരണം ആർക്കാണോ യഥാർത്ഥ ബ്രാഹ്മണരായി ജീവിക്കുന്നവർക്ക് പോലും ബ്രഹ്മതത്വത്തിനെ പറ്റിയിട്ടും ബ്രഹ്മജ്ഞാനത്തിന് ആധാരമായി ജീവിച്ചാൽ ഉണ്ടാകുന്ന മഹത്തരമായ പ്രാപ്തിയെക്കുറിച്ചും മനസ്സിലാവാതെ ആയപ്പോൾ പരം ഈശ്വരൻ തന്നെ ഈ ബ്രാഹ്മണനോട് തന്നെ ബ്രഹ്മമുഖ വംശാവലികളായിട്ട് ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കി ബ്രഹ്മചര്യം ആചരിച്ച, കാരണം ബ്രഹ്മാവ് എന്തൊക്കെയാണോ ആചരിക്കാൻ ശ്രീമതങ്ങൾ തരുന്നത്, ആ ഈശ്വരീയ ശ്രീമതങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിലൂടെ ജീവിക്കാനുള്ള പഠനങ്ങള്, തൻ്റെ ആത്മജ്ഞാനം, ആത്മവിദ്യ, ആ ആത്മവിദ്യയുടെ പ്രയോഗത്തിലൂടെ ഈ അന്ധകാരത്തെ മാറ്റി ദിവ്യത ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാര് യോഗികളായിട്ടുള്ള ഗൃഹസ്ഥാശ്രമം ജീവിച്ച് കാണിക്കുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം ആകൃഷ്ടമായി. എത്ര ധൂർ ആയിട്ടുള്ള ആസുരീയതകൾ ഉണ്ടോ അതെ ആ രാവണ സംസ്കാരങ്ങളെ എല്ലാം മാറ്റി ഒരു ദേവ സംസ്കാരത്തെ ഉണ്ടാക്കി തീർക്കുക എന്നത് ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പരമേശ്വരൻ ചെയ്യുന്ന കർത്തവ്യമാണ്. അങ്ങനെ ആരിൽ കൂടെയൊക്കെയാണോ ഈശ്വരൻ്റെതായിട്ടുള്ള ആ ഉത്തരവാദിത്തങ്ങള് നിറവേറ്റാൻ യോഗ്യത നേടുന്നത് അവർക്കെല്ലാം ആ ദിവ്യ ദർശനങ്ങൾ കിട്ടി തുടങ്ങി. അങ്ങനെ ദിവ്യ ദർശനങ്ങൾ കിട്ടിയവരെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടാണ് ഈ ഒരു സംഘടന തന്നെ ഉണ്ടായത്. അതൊരു ട്രസ്റ്റായി മാറി. ആരും ആരുടെയല്ല, ഈ ലോകത്തുള്ളതെല്ലാം ഈശ്വരന്റെ നിർമ്മിതികളാണ്, ഈശ്വരന്റെ രചനകളാണ്. നമ്മളെല്ലാവരും ഈശ്വരീയ കുട്ടികളാണ്, നമ്മളെല്ലാവരും സഹോദരീ സഹോദരങ്ങളാണ്. നമ്മുടെ ഉള്ളിലെ എല്ലാ ദുർവാസനകളും കളഞ്ഞ് സത്വാസനകളിലേക്ക് സതോപ്രധാനമായി മാറാനുള്ള വേളയാണ് ഇപ്പോൾ എന്ന തിരിച്ചറിവിലൂടെ ജീവിക്കൂ. നിങ്ങൾ എല്ലാവരും സത്യയുഗത്തിലെ ദേവീ ദേവതകളായി മാറും. ദേവീ ദേവതകൾ എങ്ങനെയാണോ ലക്ഷ്മി നാരായണനായിട്ടുള്ള ആ സത്യയുഗം ഉണ്ടായിരുന്നത്, ആ മഹാവിഷ്ണുവിന്റെ പാലന കിട്ടിയവരത്, അതിന്റെ തുടക്കം ഒരു ശ്രീകൃഷ്ണന്റെ ജന്മം, ദിവ്യ ജന്മത്തോടു കൂടിയിട്ടാണ് സത്യയുഗത്തിന്റെ ആരംഭം എന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കിയപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള കർത്തവ്യങ്ങള് അദ്ദേഹത്തിലൂടെ ചെയ്തു. അദ്ദേഹം അത് നിമിത്തമായിട്ടുള്ള ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയത്തിന്റെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതും ഈ ഭൂമിയുടെ പുനർനിർമ്മാണം ഭാരതാംബ ലക്ഷ്മികളിലൂടെ വേണം നടക്കണം. ഓരോ നാരിയെയും ലക്ഷ്മിയാക്കാനാണ് അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ കർത്തവ്യ ബോധം ഉൾപ്പെട്ടത്. കാരണം ഇന്ന് സ്ത്രീകളാണ് ഏറ്റവും അധികം ക്ഷയിച്ചിട്ട് ദുർബലതകളായി വേശ്യകളായിട്ട് തൻ്റെതായ എല്ലാ സംസ്കാരവും കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുതലെടുത്തിട്ടുള്ള ഓരോ ജീവിതങ്ങളും വ്യത്യസ്തമായിട്ട് ഓരോ കുടുംബവും നരക തുല്യമായി കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരു പുരപരിശോധന നടത്തിയിട്ട് ഓരോ നരനെയും നാരായണനാക്കാൻ ഓരോ ലക്ഷ്മിയും ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. തൻ്റെ കുടുംബത്തില് ഒരു ലക്ഷ്മി ഉണ്ടായാൽ ആ കൂടെയുള്ള ആള് ഓട്ടോമാറ്റിക്കലി നാരായണനായി മാറും. എപ്പോഴാണോ ജ്ഞാനത്തിന്റെ ആ ശക്തി കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ജ്ഞാനമാകുന്ന മുരളി ദിവസവും ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്, ഭഗവാൻ തരുന്ന ശ്രീമതങ്ങൾക്ക് ആധാരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അവർ തീർച്ചയായും ലക്ഷ്മിയായിട്ടും നാരായണനായിട്ടും മാറും. നിങ്ങൾ ഓരോരുത്തരും പത്നി പതി സമേതം ഈ ദിവ്യമായ ജ്ഞാനത്തിന് ആസ്പദമാക്കി ജീവിക്കൂ. നിങ്ങൾ നാരായണനും ലക്ഷ്മിയുമായി മാറും. ഓരോ വീടുകളും ലക്ഷ്മി നാരായണ കുലങ്ങളായി എത്ര കുലങ്ങൾ ഉണ്ടാകുന്നുവോ ഈ സൃഷ്ടി തന്നെ പരിവർത്തനപ്പെടും. ഈ ഒരു ദിവ്യമായ അറിവാണ് ഈ വിദ്യാലയത്തിലൂടെ പരം ഈശ്വരനായ ഭഗവാൻ, സർവരുടെയും നാഥനായ ഭഗവാൻ രചിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഭാരതത്തിൽ തന്നെയാണ് ദിവ്യ സൃഷ്ടി നടക്കുന്നത്. അതായത് സത്യയുഗം പുനർനിർമ്മിക്കുന്നത് ഭാരതത്തിൽ തന്നെയാണ്. ആ ഭാരതത്തിൽ കഴിഞ്ഞ കൽപ്പത്തിലും ആദ്യയുഗം ഇവിടെ
സത്യയുഗമായിരുന്നു. അത് സത്യ, ത്രേത, ദ്വാപര, കലി ഈ രൂപത്തിലേക്ക് തിരിഞ്ഞ് വീണ്ടും ഈ സൃഷ്ടിചക്രം വീണ്ടും ഇപ്പൊ സത്യയുഗത്തിലേക്ക് മാറാനുള്ള സമയമായി. ഇതതിന്റെ സംഗമമായി. ഈ സംഗമത്തിലേക്ക് ഏവരെയും എത്തിക്കുക എന്ന കർത്തവ്യം. കാരണം ആത്മബോധം വളർത്തൂ, ദിവ്യത തന്റെ ഉള്ളിൽ ഉണരട്ടെ, തന്റെ ഉള്ളിലെ എല്ലാ ദുർബലതകളും കളയൂ, ദുർബലതകളെല്ലാം ഹോമിച്ച് കളയൂ, സുഗന്ധമുള്ള സുന്ദരമായ നല്ലൊരു ജീവിതത്തെ വരവേൽക്കൂ എന്ന ഒരു വലിയൊരു സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ദിവ്യമായ എല്ലാ ഹൈന്ദവ ചിന്താഗതികളുള്ള എല്ലാ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിലെ ദിവ്യതകൾ ഉണർത്തിയെടുക്കൂ, ജ്ഞാനത്തിന്റെ മനനം ചെയ്യൂ. മന്മനാഭവ എന്ന ആദ്യത്തെ ചിന്ത നമ്മളെ മന്മനാഭവ, മനസ്സുകൊണ്ട് ഭഗവാനിലേക്ക് എത്തിക്കൂ, ധ്യാനത്തെ അഭ്യസിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും? സർവ്വതും ഈശ്വരമയം, സർവ്വതും ഈശ്വരന്റെ ലീലാവിലാസങ്ങളായിട്ട് അനുഭവപ്പെടും. തൻ്റെ ഉള്ളിൽ സുഖം, ശാന്തി, പവിത്രത ഉണ്ടെങ്കിൽ സുഖവും ശാന്തി ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധരെ, കാരണം നമ്മൾ ശുദ്ധമായ അന്തരീക്ഷത്തിലേക്ക്, ഇപ്പൊ സത്യത്തില് മുഴുവൻ സൃഷ്ടിയും ശൂദ്രഭാവത്തിലേക്കാണ് പോണത്. നമ്മൾ വിചാരിക്കും ശൂദ്രരെന്ന് പറഞ്ഞാൽ അതൊരു ജാതിയാണോ എന്നല്ല. ഇപ്പൊ എല്ലാവരും ശൂദ്ര സ്വഭാവത്തിലേക്ക് മാറിപ്പോയി എന്നാണ് ഈ സൃഷ്ടി നാടകത്തിന്റെ അവസാന ഭാഗമായ സർവരെ കുറിച്ചും ഭഗവാൻ പറഞ്ഞതാണ്. കുട്ടികളെ, നിങ്ങളുടെ ശുദ്ധത പോയപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണർത്തെഴുന്നേൽക്കാനുള്ള സമയമായി. ഈ മുഴുവൻ സൃഷ്ടിയും ശുദ്ധീകരിച്ച് ദിവ്യതമാക്കാൻ പോവുകയാണ്. ദേവതാ കുലത്തിലേക്ക് കൊണ്ടുപോവാൻ കുട്ടികളെ നിങ്ങൾ ആരെല്ലാം തയ്യാറാണ് എങ്കിൽ നിങ്ങൾ സമ്പൂർണരാവൂ എന്ന ഒരു സന്ദേശം നിങ്ങളിലേവരേക്കും ഞാൻ എത്തിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ദുർബലതകളെ നമുക്ക് കളയാം. കുറച്ചു നേരം മനസ്സ് ശാന്തമാക്കി ആ ദിവ്യ ജ്യോതിസായ നമ്മുടെ ആത്മസ്വരൂപത്തെ കാണൂ. ഞാൻ പരമ ചൈതന്യമായ പരമേശ്വര സന്തതിയാണ്. പരമേശ്വരന്റെ സന്തതി ഞാൻ ഈ പുരുഷോത്തമ സംഗമ യുഗത്തിലാണ്. എങ്ങനെയാണോ താമര ചളിക്കുണ്ടിലിരുന്നിട്ടും ആ താമരയുടേതായിട്ടുള്ള ആ ഗുണങ്ങളിലൂടെ എല്ലാം പ്രകൃതിയിലെ എല്ലാവർക്കും നന്മ കൊടുത്ത് സൂര്യൻ അഭിമുഖമായി നിൽക്കുന്നത്, അതുപോലെ ഈ കലിയുഗത്തിന്റെ എല്ലാ അശുദ്ധികളിൽ നിന്നും മാറി പരിശുദ്ധമായ ദൈവത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി പോവട്ടെ. നിങ്ങളുടെ ആത്മദൃഷ്ടിയാണ് ജ്ഞാനം കൊണ്ട് തുറക്കുന്നത്. എല്ലാവരുടെയും ജ്ഞാന നേത്രങ്ങൾ ആ സർവ ആത്മാക്കളുടെയും പിതാവായ പരമേശ്വരനിലേക്ക് അടുക്കട്ടെ. നിങ്ങളുടെ ദിവ്യമായ മനോഭാവങ്ങളെ ഉണരട്ടെ, ദിവ്യതകൾ ഉണരട്ടെ. നിങ്ങൾക്ക് ഏവർക്കും സുഖവും ശാന്തിയും സമൃദ്ധിയും സമ്പന്നതയും സമ്പുഷ്ടമായ ഒരു ജീവിതത്തിലേക്ക് എത്രയും വേഗം എത്തിത്തീരാൻ നമുക്കൊക്കെ യോഗ്യത ഉണ്ടാവട്ടെ. കണ്ണടച്ചിരുന്ന പരമപ്രകാശത്തെ കാണൂ. എൻ്റെ ജ്യോതിയും ആ പരമാത്മാ ജ്യോതിയും തമ്മിൽ മിലനം നടത്തുന്നത് തന്നെയാണ് നമ്മളെ ഈ ദിവ്യമായ കലിയുഗ വരദനായ അയ്യപ്പ സ്വാമിയും നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഓരോരുത്തരും അയ്യനായി മാറൂ, ആത്മസ്വരൂപത്തിൽ വരൂ. അയ്യന്റെ അപ്പനെ കാണിച്ചു തരാം. ഞാനും ആ ജ്യോതിസിനെ കണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കും ആ വഴി കാണിച്ചു തരാം. കാരണം മഹാവിഷ്ണുവിൻ്റെയും പരമേശ്വരന്റെയും മാനസപുത്രനായ ആ ദേവനും അയ്യപ്പൻ എന്ന ആ ദൈവിക കലിയുഗ വരദനായി നമുക്ക് എല്ലാവർക്കും വഴികാട്ടുകയാണ്. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും സത്യമായ വ്രതത്തിലേക്ക് എല്ലാവരും ഒരുപോലെ ഒരേ ഈശ്വരന്റെ മക്കൾ എല്ലാവരും അയ്യപ്പന്മാരായി വരൂ. കാരണം എങ്ങനെയാണോ പരമാത്മാ തത്വം അതുപോലെ തന്നെ ആത്മതത്വവും ശുദ്ധീകരിക്കൂ. വ്രതശുദ്ധിയിലൂടെ ബ്രഹ്മചര്യം വരെ, ഭക്ഷണശുദ്ധിയിലൂടെ, നിങ്ങളുടെ മനഃശുദ്ധിയിലൂടെ ഒരേ ഒരു മന്ത്രം, സ്വാമി ശരണമയ്യപ്പ. ആ ശരണം തരുന്ന അയ്യപ്പനായി നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും ശരണം കൊടുക്കൂ. ദയ, അനുകമ്പ എന്ന ആ വലിയ വഴിയാണ് ഈ ഉയർന്ന അയ്യപ്പന്റെ മലയിലേക്ക്, ശബരിമലയിലേക്ക് നമ്മൾ കാണുന്നത്. അനുകമ്പയും ദയയും ഉണ്ടാവുകൊണ്ടാണ് ആ കൂട്ടമായി പരിശുദ്ധമായ പവിത്രമായ ഭാഗത്തേക്ക് വരൂ
എന്ന് ഭഗവാൻ ഈ കലികാലത്ത് നമ്മളെ ഓരോരുത്തരെയും വ്രതശുദ്ധിയുടെയും ബ്രഹ്മചര്യത്തിന്റെയും പവിത്രതയുടെയും സ്വഭാവശുദ്ധിയുടെയും എല്ലാവരെയും സഹോദര ഭാവത്തിലൂടെ കാണുന്ന ആ വിശ്വ സാഹോദര്യത്തിന്റെയും അറിവ് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിൻകെട്ടിലുള്ള എല്ലാ ദുരിതങ്ങളും കളഞ്ഞ് മുൻകെട്ടില് ഭഗവാന്റെ സാക്ഷാത്കാരത്തിന് വേണ്ട നെയ്യ് ഭഗവാൻ അവിടുന്ന് തരുന്നത് എന്താ? നെയ്യ്, ജ്ഞാനമാകുന്ന എണ്ണ തന്ന് അത് നമ്മൾ ജ്വലിക്കുമ്പോൾ നമ്മൾ ആ ദിവ്യജ്യോതി, ആ പരമാത്മാ ജ്യോതിയെ കാണുന്ന അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നൊരു തിരിച്ചറിവ് കൂടി ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്ന ആ പരമ ഈശ്വരനെ നമുക്ക് വണങ്ങാം. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി.